How do the people of Kerala celebrate Onam? How do the people of Kerala celebrate Onam is the first question. And Muhammad Nafi, which is the answer? How is the people of Kerala celebrate Onam? Unmute ചെയ്തേ. Unmute ചെയ്തേ നാഫി. Unmute ചെയ്തേ മോനെ. Okay, then Binya. എന്താണ് മോളെ ആൻസർ? അൺമ്യൂട്ട് ചെയ്തേ. How do the people of Kerala celebrate Onam? Unmute ചെയ്തേ മോളെ. Okay. How do the people of Kerala celebrate Onam? Is the question. And answer me. ടീച്ചറെ നാട്ടില് അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. എന്താണ്? അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. Okay then. മോളെ അമന്ന, എന്താണ് ആൻസർ? How do the people of Kerala celebrate Onam? Then Jewel Maria, എന്താണ് മോളെ ആൻസർ? അറിയില്ല. Then അനീറ്റ, പഠിച്ചില്ല. why? ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു, ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. Okay. Then മാളവിക, The people of Kerala celebrated the Onam by holding festival and games, boat rides, മിൻഹാജ്, എന്താണ് മോനെ ആൻസർ? People wear new clothes and decoration their house. They game ആർക്കാണ് ആൻസർ നീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ആരെങ്കിലും ഉണ്ടോ പഠിച്ചിട്ട്? നോട്ട് അയച്ചത് കണ്ടിട്ടാ. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ?
എല്ലാവർക്കും ഓരോരോ എക്സ്ക്യൂസസ് ആണ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മള് എന്താണ് ടൈം കളയണ്ടെന്നാണോ? എന്താണ് ആൻസർ? നോ. സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അനിഹ. The people of celebrate by the people of Kerala celebrate by holding feasts and games for race and eat. People wear new clothes and decorate their house. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നെക്സ്റ്റ് മൺഡേ നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ 2 പോർഷൻ, അതായത് അവർ സ്കൂൾ ആൻഡ് ഫെസ്റ്റിവൽസ് വി സെലിബ്രേറ്റ്, 2 പോർഷനും ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ലാത്ത പോർഷൻസ് ആണ്. അവർ സ്കൂളിൽ നിന്നും ദെൻ നമ്മൾ ഫെസ്റ്റിവൽസ് വി സെലിബ്രേറ്റ് നമ്മൾ ഫിനിഷ് ആകാത്തത് കൊണ്ട് അതിൻ്റെയും 2ൻ്റെയും ക്വസ്റ്റ്യൻസ് എക്സാം ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ മേ ബി ദ നെക്സ്റ്റ് മൺഡേ നിങ്ങളുടെ ഈ 2 പോർഷനും എക്സാം ഉണ്ടാവും, റിട്ടൺ എക്സാം. എന്ത് ചെയ്യണം? നന്നായി പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് മൺഡേ ക്ലാസ്സിൽ വരാൻ വേണ്ടി. ഓക്കെ, മുഴുവൻ പേരും ക്ലാസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ 2ൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കും നന്നായി വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മൺഡേ ആണല്ലോ ഇനി നമുക്ക് ക്ലാസ്. സോ അന്ന് ഇത് 2ൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിച്ചിട്ട് വരണം. കുറേ ദിവസങ്ങളുണ്ട് അല്ലേ? ഇന്ന് വെനസ്ഡേ ആയിട്ടുള്ളൂ, ഇനിയും കുറേ ദിവസങ്ങളുണ്ട്. സോ ഇത്രയും ദിവസം എടുത്തിട്ട് നന്നായി മൺഡേ ആവുമ്പോഴേക്കും പഠിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ പോർഷൻ നോക്കാം. വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ആരും പഠിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പോർഷൻ നമുക്ക് നോക്കാം. നമ്മുടെ പ്ലേസസ് ഇൻ മൈ നൈബർഹുഡ് എന്നുള്ള പോർഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻ അല്ലേ? സോ നോക്കാം, നമുക്കതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ലിസൺ ഹിയർ. Anu and Anand live with their parents in Rajabagh. There are many other houses near their house, and all these houses make a neighborhood. We already say it in our previous class about neighborhood. What is neighborhood and which is the specialties of neighborhood? We already discussed it. And then people living in a neighborhood are called neighbors. The people living in a neighborhood is called neighbors, and neighbors help each other. We know that neighbors are helping each other, and they celebrate festivals together. They always celebrate each and every festivals together, and sometimes they go for a picnic, and children living in neighborhood are playing together. We know that നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടികളൊക്കെ കൂടി എന്താ ചെയ്യുക? ഒന്നിച്ചാണല്ലേ എല്ലാവരും കളിക്കാറ്. So people living in a neighborhood are called neighbors. Our neighbors help each other. They celebrate festivals together. Sometimes they go for a picnic. Children living in a neighborhood play together. Okay. Then most neighborhoods have some places which everyone needs. Let us read about the places in the neighborhood are needed. ഒരു എന്താണ് അടുത്തടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു നൈബർഹുഡിന്റെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുടെ ആവശ്യമുണ്ട് അല്ലേ? സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുടെ ആവശ്യങ്ങളും അവിടെയുണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് ആയിട്ട് എവിടെ വരെയാണ്? പോലീസ് സ്റ്റേഷൻ വരെയാണ് പറഞ്ഞത് തോന്നുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അല്ലേ? പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ദെൻ നമുക്കത് മൂന്നും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, പോസ്റ്റ് ഓഫീസ്. ആൻഡ് മോസ്റ്റ് നൈബർഹുഡ്സ് ഹാവ്. ഓക്കെ അനിഹ, അതൊന്ന് വായിച്ചു മോളെ. പോസ്റ്റ് ഓഫീസ്.
Most neighborhoods have a post office. We can buy stamp, envelopes and a postcard from a post office. Post office, after writing a letter, we put it in a letter box. The postman collect all the letter and take them to the post office. From the post office, letters are sent to other cities and countries. Okay. Then പോസ്റ്റ് ഓഫീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. മോസ്റ്റ് നൈബർഹുഡ് ഹാവ് എ പോസ്റ്റ് ഓഫീസ്. വി നോ ദാറ്റ്. എല്ലാവരുടെയും ഒരുപാട് ആളുകൾ താമസിക്കുന്നതിന്റെ സ്ഥലത്ത് എന്തായാലും എന്തുണ്ടാവും? ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും അല്ലേ. ആൻഡ് വി ക്യാൻ ബൈ സ്റ്റാമ്പ്സ്, envelopes ആൻഡ് പോസ്റ്റ് കാർഡ്. സ്റ്റാമ്പും പിന്നെ നമ്മുടെ എന്തെങ്കിലും കവറുകളും പോസ്റ്റ് കാർഡും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാ പോവുക? പോസ്റ്റ് ഓഫീസിലാണ് പോവുക. ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് എ ലെറ്റർ വി പുട്ട് ഇറ്റ് ഇൻ ദ ലെറ്റർ ബോക്സ്. കത്തെഴുതി അത് നമ്മൾ ഒരു ലെറ്റർ ബോക്സിൽ കൊണ്ട് ഇടും അല്ലേ. ദെൻ ദ പോസ്റ്റ്മാൻ കളക്ട്സ് ഓൾ ദ ലെറ്റേഴ്സ് ആൻഡ് ടേക്സ് ദം ടു ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? എല്ലാ ലെറ്റേഴ്സും കളക്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് അത് എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ് ഒക്കെ നോക്കിയിട്ട് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അങ്ങോട്ട് സെൻഡ് ചെയ്യും അല്ലേ. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ദെൻ ബാങ്ക്. നെക്സ്റ്റ് പറയുന്നത് ബാങ്കിനെ കുറിച്ചാണ് അല്ലേ. അതൊന്ന് വായിച്ചേ മോനെ. ഷിഹാസ് ഒന്ന് വായിച്ചു. ബാങ്ക്. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ബാങ്ക്. Bank. We keep our money and Money and jewelry safety in a bank. This days many neighborhood have ATMs and ATM is an automatic machine. Road which people plank take alert money. So you write. Do you want this full form of ATM? Is automated teller machine. Matching.
Okay, then bank. We already discussed about bank. Bank is, have you ever seen to be a bank? And we keep our money and jewelry safely in bank. We always keep our money and our jewelry in bank. And these days many neighborhood have ATM. ഇന്നത്തെ കാലത്ത് എന്താ എല്ലാ സ്ഥലത്തും എന്തുണ്ട്? ATM ഉണ്ട് അല്ലേ? ATM ഉണ്ട്. Then an ATM is an automatic machine. We know that the ATM is an automatic machine and through which people can take out money. ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ATM cards ഒക്കെ യൂസ് ചെയ്തിട്ട് ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യാറുണ്ട്. Then do you know the full form of ATM? What's the full form of ATM? Automated teller machine. This is the full form of ATM. And the last, police station ആണ് last അല്ലേ? ശ്രീഹരി KB. Yes, police station ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തേ. All neighborhoods have a police station. Police guard our neighborhood. They catch thieves and search for lost people or things. Traffic police control traffic. We go to a hospital or ശ്രീഹരി, enough. Police station. All neighborhood have a police station. എല്ലാ നൈബർഹുഡിലും എന്തുണ്ട്? ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിലും എന്താണ്? ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. We know that. Then policeman guard our neighborhood. നമ്മുടെ നാട്ടില് എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ് അല്ലേ പോലീസുകാര്. And they catch thieves and search for lost people or things. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാതായാൽ അത് കണ്ടുപിടിച്ച് തരുകയും പിന്നെ എന്താണ് നമ്മുടെ എന്തെങ്കിലും നമ്മളെ ആരെങ്കിലും കുട്ടികളെയും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ ചിലപ്പോൾ എന്താണ് ചില സ്ഥലത്ത് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനെ ആയാലും എന്താണ് മിസ്സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സോ അപ്പോൾ മിസ്സിംഗ് ആയ ആളുകളെയും